ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എച്ച്യൂസ് സ്പാർക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നടന്ന ഓണം എക്സാമിൻ്റെ ഇംഗ്ലീഷ് 5ാം ക്ലാസ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ അതെന്തായാലും എല്ലാവരും കാണുക. ഇതുപോലെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന എക്സാമുകളെല്ലാം നടക്കുന്നത്. സമ്മേറ്റീവ് അസസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് 15 മിനിറ്റ് കോൾ ഓഫ് ടൈമും അതുപോലെ 2 മണിക്കൂറാണ് നമുക്ക് എക്സാം എഴുതാനുള്ള സമയം. ഇതേ മോഡലിൽ നമ്മൾ പഠിച്ചു പോയാൽ നമുക്ക് ഇനി ഓണം പരീക്ഷ, ഡിസംബറിൽ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്കും ഒക്കെ ഉപകാരമായിരിക്കും. അതുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് നോക്കിപ്പോകാം. ആദ്യത്തേത് റീഡിങ് കോംപ്രഹെൻഷൻസ് ആണ്. റീഡ് ദ പോയം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ നമ്മുടെ പോയം നന്നായിട്ട് വായിച്ചിട്ട് അതിനുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് ഫോർ എവർ. അപ്പോൾ പോയത്തിൻ്റെ പേരാണ് ഫ്രണ്ട്സ് ഫോർ എവർ. അപ്പോൾ ആദ്യം വി പ്ലേ ഓൺ സ്വിങ്സ് ആൻഡ് സ്ലൈഡ് ഓൺ ഗ്രാസ്, ടേക്ക് ഫണ്ണി സെൽഫീസ്, ഷെയർ അവർ ജോയ്സ്. ഫ്രണ്ട്സ് ഫോർ എവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും കൂട്ടുകാർ. എന്താണ് അർത്ഥം? ഫ്രണ്ട്സ് ഫോർ എവർ, എപ്പോഴും കൂട്ടുകാർ. അപ്പോൾ ആദ്യം വി പ്ലേസ് ഓൺ സ്വിങ്സ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഞങ്ങൾ ഊഞ്ഞാലിൽ ആടും. വി പ്ലേസ് ഓൺ സ്വിങ്സ് ആൻഡ് സ്ലൈഡ് ഓൺ ഗ്രാസ്. പുല്ലിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? സ്ലൈഡ് ചെയ്യും അല്ലേ? സ്ലൈഡ് ഓൺ ഗ്രാസ്, പുല്ലിൽ സ്ലൈഡ് ചെയ്യും. ടേക്ക് ഫണ്ണി സെൽഫീസ്, നല്ല ഫണ്ണി ആയിട്ടുള്ള സെൽഫീസ് എടുക്കും. ഷെയർ അവർ ജോയ്സ്, അപ്പം ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കും. ഞങ്ങൾ ഊഞ്ഞാലിലാടും, ഗ്രാസിൽ സ്ലൈഡ് ചെയ്യും, ഞങ്ങൾ ഫണ്ണി ആയിട്ടുള്ള സെൽഫീസ് എടുക്കും. അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ഷെയർ ജോയ്സ് ഒക്കെ, സന്തോഷമൊക്കെ ഞങ്ങൾ പങ്കിടും. വി വാച്ച് കാർട്ടൂൺസ് ആൻഡ് ഡാൻസ് അറൗണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യും? കാർട്ടൂൺസ് കാണും, അതുപോലെ ഞങ്ങൾ ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചുറ്റും നൃത്തം. അറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും നൃത്തം ചെയ്യും. കാർട്ടൂൺ കാണുകയും ചെയ്യും, ഞങ്ങൾ ചുറ്റും നൃത്തം ചെയ്യും. ആൻഡ് ലാഫ് അണ്ടിൽ വി ഫോൾ ടു ദ ഗ്രൗണ്ട്. എന്താണ്? ഞങ്ങൾ നിലത്ത് വീഴുന്നത് വരെ, ഫോൾ അല്ലേ, നിലത്ത് വീഴുന്നത് വരെ ഞങ്ങൾ ചിരിക്കും. വി പ്ലേ ഓൺ ഫോൺസ്. ഞങ്ങൾ ഫോണിൽ കളിക്കും. പിന്നെ പെയിൻറ്റ്സ് ഓൺ വാൾസ്. ഞങ്ങൾ ചുവരിൽ എന്ത് ചെയ്യും? വരച്ചിടും അല്ലേ, പെയിൻറ്റ് ചെയ്യും, ചുവരിൽ വരയ്ക്കും. വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്തുണ്ടാവും? ദയ, കൈൻഡ്നെസ്, ദയ ഉണ്ടാവും. ഹൃദയത്തിൽ നിന്ന് ദയ ഉണ്ടാവും. വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ഓൾ വി ഡു. നമ്മൾ എന്ത് ചെയ്താലും എന്താണ്? നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. നമ്മൾ എന്ത് ചെയ്താലും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ആൻഡ് വിഷ് ഈച്ച് ഡേ വാസ് പ്ലേ ടൈം ടു. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്, വിഷ് എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ ദിവസവും കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ ഇതാണ് നമുക്കിവിടെ തന്ന റീഡിങ് കോംപ്രഹെൻഷൻസ്. റീഡ് ദ പോയം. അപ്പോൾ ഇത് വായിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ ആൻസർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഡു ദ സ്പീക്കർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എൻജോയ് ഡൂയിങ് ടുഗദർ. അപ്പോൾ എന്ത് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസാണ് ഫ്രണ്ട്സ് എൻജോയ് ഡൂയിങ് ടുഗദർ, ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് എൻജോയ് ചെയ്യുന്നതെന്നാണ് സ്പീക്കർ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓപ്ഷൻസ് വായിച്ചേ. റീഡിങ് ബുക്സ് ആൻഡ് ഡൂയിങ് ഹോം വർക്ക്, പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ്, പെയിൻറ്റിങ് വാൾസ് ആൻഡ് ക്ലീനിങ് റൂംസ്, കുക്കിംഗ് ആൻഡ് ഗാർഡനിങ്. ഇതിൽ ഏത് ഓപ്ഷനാണ് ശരി? നമ്മളിവിടെ വായിച്ചപ്പോൾ കണ്ടു അല്ലേ? എന്താണ്? പ്ലേയിങ് ഓൺ സ്വിങ്സ്. ആദ്യത്തെ ഓപ്ഷൻ പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ്. അവർക്ക് ഇഷ്ടം, എൻജോയ് ചെയ്യുന്നത് എന്താണ്? പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വാച്ചിങ് കാർട്ടൂൺസ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട് എന്ന വരിയിൽ കൂട്ടുകാരെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം അല്ലേ? വാട്ട് ഡസ് ദ ലൈൻ വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട് സേ അബൌട്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട് എന്ന് പറഞ്ഞ വരിയിൽ എന്താണ് പറഞ്ഞതെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് വായിക്കാം. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദേ ലുക്ക്, ഇറ്റ് ഷോസ് ദേ ഹാവ് ഫ്ലാഷ് ലൈറ്റ്സ്, ഇറ്റ് സേസ് അബൌട്ട് ദ വാല്യൂ ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്, ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ വെദർ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കിയാൽ ഹൗ ദേ ലുക്ക്, അവരെങ്ങനെയാണ് ഉള്ളത് എന്നാണോ പറയുന്നത്? ഡിസ്ക്രൈബ് ചെയ്യുന്നതല്ല അല്ലേ? അതുപോലെ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നതല്ല, ബി ഓപ്ഷൻ അല്ല. പിന്നെ ഏത് ഓപ്ഷനാണ്? ബി ഓപ്ഷൻ അല്ല. പിന്നെ സി ഓപ്ഷനാണോ? ഇറ്റ് സേസ് അബൌട്ട് ദ വാല്യൂ ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂവിനെ കുറിച്ചല്ലേ പറയുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ വെദറിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. അപ്പം ആൻസർ ഏതാണ്? ആൻസർ
ഇതാണ് അല്ലേ, സി ആണ്, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മളിതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ ഇമോഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ പോയം? എന്ത് ഇമോഷൻസ് ആണ് ഈ പോയത്തിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? ആങ്കർ, ജോയ്, ഫിയർ, സർപ്രൈസ്. എന്താണിതിൽ? ആങ്കർ ആണോ? ദേഷ്യമല്ല, അല്ല ദേഷ്യമല്ല. അതുപോലെ ദേഷ്യമല്ല. പിന്നെ ഫിയർ ആണോ? ഫിയർ അല്ല. സർപ്രൈസ് ആണോ? അല്ല, സർപ്രൈസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? ആൻസർ വരുന്നത് ഏതാണ്? ജോയ്. ജോയിനെ കുറിച്ച്, സന്തോഷത്തിനെ കുറിച്ചുള്ളൊരു ഫ്രണ്ട്സ് ഫോർ എവർ എന്ന് പറഞ്ഞ പോയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ജോയ്. ആൻസർ ജോയ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ജോയ് ആണ് ആൻസർ. ഇനി അടുത്തത്, അപ്പോൾ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്നത് യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹാവ് സോ മച്ച് ഫൺ ടുഗെദർ. സോ മച്ച് ഫൺ ടുഗെദർ. റൈറ്റ് വൺ ഓഫ് ദ ഫൺ തിങ്സ് യു എൻജോയ് ഡൂയിങ് ടുഗെദർ. അപ്പോൾ നീയും നിൻ്റെ ഫ്രണ്ട്സും, നിങ്ങളുടെ ഫ്രണ്ട്സും ഒരുമിച്ചിരുന്ന സമയം അല്ലേ, ഫൺ ടുഗെദർ, നല്ല തമാശകളൊക്കെ ചെയ്ത സമയം, ഫൺ ടുഗെദർ അല്ലെങ്കിൽ കളിച്ചിരുന്ന സമയത്ത്. റൈറ്റ് വൺ ഓഫ് ദ ഫൺ തിങ്സ് യു എൻജോയ് ഡൂയിങ് ടുഗെദർ. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്ത ഒരു എൻജോയ് ചെയ്ത ഫണ്ണായിട്ട് ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ച് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണ്? വൺ, ഇപ്പം ഞാൻ ടീച്ചർ പറയുന്നത്, ടീച്ചർ ഒരു പോയിൻ്റ് എഴുതിയെന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. അപ്പോൾ വൺ ഫൺ തിങ് ഐ എൻജോയ് ഡൂയിങ് വിത്ത് മൈ ഫ്രണ്ട്സ് ഈസ് പ്ലേയിങ് ഗെയിംസ് ടുഗെദർ ഇൻ ദി പാർക്ക്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഇഷ്ടമാണ്? ഗെയിം കളിക്കാൻ ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഐ എൻജോയ് ഡൂയിങ് വിത്ത് മൈ ഫ്രണ്ട്സ് ഈസ് പ്ലേയിങ് ഗെയിംസ് ടുഗെദർ ഇൻ ദ പാർക്ക് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എന്താണോ ആ സമയത്ത് ആൻസർ എഴുതാൻ തോന്നുന്നത് വെച്ചാൽ അത് എഴുതാം. അപ്പോൾ പോയിൻ്റ് വൈസ് നമുക്ക് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത്രയെങ്കിലും എഴുതണം. ഇതുപോലെ എഴുതണം കേട്ടോ. വൺ ഫൺ തിങ് ഐ എൻജോയ് ഡൂയിങ് വിത്ത് മൈ ഫ്രണ്ട്സ് ഈസ് പ്ലേയിങ് ഗെയിംസ് ടുഗെദർ ഇൻ ദി പാർക്ക്. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്താൽ? വി ട്രൈ ടു ക്യാച്ച് എ ബട്ടർഫ്ലൈ ടുഗെദർ. ഞങ്ങൾ ബട്ടർഫ്ലൈനെ പിടിക്കാൻ ശ്രമിച്ചു, അങ്ങനെയും എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിന് ആൻസർ എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എഡിറ്റിംഗ് ആണ്. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ റീഡ് ആൻഡ് എഡിറ്റ് ദ ഫോളോയിങ്. അപ്പോൾ എഡിറ്റിംഗ് നമുക്കിവിടെ തന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ എയിലൂടെ ഒരു തെറ്റുണ്ട്, അതുപോലെ ബിയിൽ തെറ്റുണ്ട്, സിയിൽ തെറ്റുണ്ട്, ഡിയിൽ തെറ്റുണ്ട്, ഇ തെറ്റുണ്ട്. അപ്പോൾ 5 എണ്ണമാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത്. എഡിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ തെറ്റുള്ളതൊന്ന് ചിലപ്പോൾ നമ്മുടെ സ്പെല്ലിങ്ങിലായിരിക്കും തെറ്റ്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം. അപ്പോൾ ആദ്യത്തിൽ എ എന്താണ്? മൈ ഈസ് നെയിം ഐനു. അങ്ങനെയാണോ പറയേണ്ടത്? മൈ നെയിം ഈസ് ഐനു. അപ്പോൾ എയിൽ എന്താണ് തെറ്റ്? എയിൽ മൈ നെയിം ഈസ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? മൈ നെയിം ഈസ് എന്ത് ചെയ്യണം? ഐനു ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. എന്നിട്ട് എന്താണ്? ഫുൾ സ്റ്റോപ്പ് ഉണ്ട് അല്ലേ, ഫുൾ സ്റ്റോപ്പ് ഇടാൻ മറക്കരുത്. മൈ നെയിം ഈസ് ഐനു. അപ്പോൾ ഇവിടുത്തെ തെറ്റ് എന്താണ്? ഇവിടുത്തെ നെയിം കഴിഞ്ഞിട്ടാണ് ഈസ് വേണ്ടത്, അല്ലാണ്ട് ഈസ് കഴിഞ്ഞിട്ടല്ല നെയിം. ഇനി അടുത്തത് ബിയിൽ ഐ ആം 10 years old. ഐ ആം 10 years old. ഇവിടെ എന്താണ് തെറ്റ്? ഐ ആം എന്ന് തന്നെയല്ലേ പറയേണ്ടത്? ആണ്. പക്ഷെ എന്താണ്? ഐ എന്ന് പറയുമ്പോൾ എന്ത് സ്റ്റാർട്ടിങ് ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഒരു പുതിയ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. ഐ ആം 10 years old. അത് കറക്റ്റാണ്. ഐ ആം 10 years old കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എന്ത് എഴുതണം? നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇനി അടുത്തത് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ആയിഷ. അവിടെ എന്താണ് തെറ്റ്?